നൂറുമേനി കൊയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന കടുങ്ങല്ലൂർ ചാൽ പാടശേഖരം കൃഷി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വെള്ളക്കെട്ട് കൃഷിയെ ബാധിക്കുന്ന അവസ്ഥയിൽ ഡീവാട്ടറിംഗ് സംവിധാനം നടപ്പിലാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. കടുങ്ങല്ലൂർ ചാൽ പാടശേഖരത്തിൽ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന നെൽകൃഷി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. 35 വർഷമായി തരിശുകിടന്ന 100 ഏക്കറോളം സ്ഥലത്ത് നവംബറിൽ വിത്ത് വിതച്ച് കുട്ടനാട്ടിലെ കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. എന്നാൽ വെള്ളക്കെട്ട് കൃഷിയെ ബാധിക്കുന്ന അവസ്ഥയിലായതിനാൽ ഡീവാട്ടറിംഗ് സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത്, കൃഷിവകുപ്പ്, ഇറിഗേഷൻ, കൃഷിക്കൊപ്പം കളമശ്ശേരി, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, കൃഷി ഓഫീസർ നൈമ നൌഷാദ് അലി, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺ ലാൽ, ആലങ്ങാട് ബ്ലോക്ക് കൃഷി ഓഫീസർ രാജൻ, തോട്ടക്കാട്ടുകര മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ്, കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ വിജയൻ, പാടശേഖര സമിതി ഭാരവാഹികളായ MP ഉദയൻ, സജീവ് തത്തയിൽ, ഷാജി MK, TK സലീം തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ട് ബഹുമാനായ മന്ത്രി നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ട് ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ പാടശേഖരത്തിലെ പ്രധാനപ്പെട്ട തോട് കടുങ്ങൂച്ചാൽ തോട് മ്യൂസിക് കോളേജിന്റെ താഴ്ത്തുനിന്ന് ആരംഭിച്ച് ഇത് കാരിപ്പുഴ വഴി ഓഞ്ഞിത്തോട്ടിലും ഓഞ്ഞിത്തോട്ടിൽ നിന്ന് പെരിയാറിലും അവസാനിക്കുന്ന തോടാണ്. ഈ തോട് കഴിഞ്ഞ വർഷം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ തോട് നന്നാക്കിയതോട് കൂടിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഈ കടുങ്ങൂച്ചാൽ പാടശേഖര സമിതിയുടെ പ്രവർത്തകർക്ക്, കൃഷി പ്രവർത്തകർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ വന്നത്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ട് ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ ഈ കൃഷിയിടത്തേക്കുള്ള വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത്. കടുങ്ങല്ലൂർ ചാല് ഏകദേശം 4 കിലോമീറ്റർ നീളത്തിലുള്ള 2 റീച്ചായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നവീകരിച്ച് ഇതിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കി പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് എത്തിക്കുകയും ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷി നടത്താൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം 35 വർഷമായിട്ട് തരിച്ചു കിടന്ന സ്ഥലമാണത്. നാളുകളായിട്ട് ഇവിടെ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വർഷം നല്ല രീതിയിൽ ഇവിടെ കൃഷി ഇറക്കാൻ കർഷകർക്ക് സാധിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള 2-3 പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇവിടുന്ന് വെള്ളം ഒഴുകിപ്പോകാനും വെള്ളം കിട്ടാത്തപ്പോൾ വെള്ളം അടിച്ച് കയറ്റുന്നതിനും വേണ്ട ഒരു സൗകര്യം, അതിന് വേണ്ട ഒരു മോട്ടറുകളും കറണ്ട് കണക്ഷനും എല്ലാം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് എല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമുക്കിത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃഷിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാവശ്യമായ ഡീവാട്ടറിംഗ് സംവിധാനം ഒരുക്കുന്നതിന്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മാർച്ച് 2ാം വാരം കൊയ്ത്തുത്സവം നടത്തുവാനും കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കർഷകർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്